കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം പുറത്തേക്കെത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അദ്ദേഹം ഇനിയും ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃയോഗം നടക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ബി.ജെ.പിയുടെ വളരെ നിർണായകമായ സംസ്ഥാന നേതൃയോഗം കൊച്ചിയിൽ ആരംഭിക്കാൻ പോകുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആ ചടങ്ങിൽ പങ്കെടുക്കും. ആ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായാണ് ഇന്നലെ രാത്രിയോടുകൂടി ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൊച്ചിയിലെത്തിയത്. ഇന്ന് രാവിലെ അദ്ദേഹം ഒരു സ്വകാര്യ ചാനലിൻ്റെ പൊതുപരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ആ പരിപാടിക്ക് ശേഷമാണ് സ്വകാര്യ ഹോട്ടലിൽ നിന്ന് ഇപ്പോൾ ബി.ജെ.പിയുടെ നേതൃയോഗം നടക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് അമിത്ഷാ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഈ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന കാര്യത്തിൽ സംശയമില്ല. നിഷ ദിലീപ് ഇപ്പോൾ ചേരുകയാണ്. നിഷ, എപ്പോഴാണ് ഈ യോഗത്തിനായി അമിത്ഷാ എത്തിച്ചേരുക? ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ സ്വകാര്യ ചാനലിൻ്റെ പരിപാടിക്ക് ശേഷം അദ്ദേഹം നേതൃയോഗത്തിനായി ഇറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങളല്ലേ നമ്മളിപ്പോൾ കണ്ടത് നിഷ? അദ്ദേഹം പങ്കെടുത്ത ആദ്യത്തെ ഈ സ്വകാര്യ ചടങ്ങ് കഴിഞ്ഞ് ഇപ്പോൾ ഈ ബോൾഗാട്ടിയിൽ നിന്ന് പുറപ്പെട്ടത് ഏതാണ്ട് 7 മിനിറ്റിനുള്ളിൽ അദ്ദേഹം പാലാരിവട്ടത്ത് ചെല്ലും. പാലാരിവട്ടത്താണ് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃയോഗം നടക്കുന്നത്. ഈ നേതൃയോഗത്തിൽ പങ്കെടുക്കാനായാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അല്പസമയം മുമ്പ് അദ്ദേഹം പങ്കെടുത്ത ചടങ്ങ് പൂർത്തിയാക്കി ഇവിടെ നിന്ന് ഇറങ്ങിയത്. 7 മിനിറ്റോളം സമയമെടുക്കും പാലാരിവട്ടത്തേക്ക് ചെല്ലാൻ. എല്ലാ രീതിയിലുള്ള ഗതാഗത ക്രമീകരണങ്ങളടക്കം പൂർത്തിയാക്കി അദ്ദേഹത്തിന് പോകാനുള്ള ക്രമീകരണങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പാലാരിവട്ടത്ത് റിനയ് ഹോട്ടലിലാണ് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃയോഗം നടക്കുന്നത്. ഗൗതം പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ അടുത്തിരിക്കുന്ന വേളയിൽ ബൂത്ത് തലം മുതൽ തന്നെ ബി.ജെ.പിയെ ശക്തിപ്പെടുത്തുക എന്ന ഒരു സന്ദേശം അദ്ദേഹം ജൂലൈ 12-ന് കേരളത്തിൽ സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനത്തിനെത്തിയ സമയത്ത് നൽകിയിരുന്നു. എന്തായാലും വീണ്ടും പ്രവർത്തകർക്കൊക്കെ ആവേശം പകർന്നുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെയാണ് അദ്ദേഹം കൊച്ചിയിലെത്തിയത്. കൊച്ചിയിലെത്തി അദ്ദേഹം ബോൾഗാട്ടിയിലായിരുന്നു തങ്ങിയത്. അവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഇന്ന് സ്വകാര്യ ചടങ്ങ് നടന്നത്. അതിനുശേഷം അതിൽ പങ്കെടുത്ത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിലാണ് അദ്ദേഹം ഈ വഴിയിലൂടെ കടന്നു പോയത്. എന്തായാലും റോഡ് മാർഗം അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ബി.ജെ.പി നേതൃയോഗം നടക്കുന്ന പാലാരിവട്ടത്തേക്ക് എത്തും. അതിനുശേഷം 1:30 അവിടെ നിന്നും മടങ്ങും. 1:30 ഡൽഹിയിലേക്ക് തിരിച്ചു പോകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഗൗതം, ഞാൻ നിഷയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ പാലാരിവട്ടത്ത് ബി.ജെ.പിയുടെ വളരെ നിർണായകമായ ഈ നേതൃയോഗം നടക്കുന്ന സ്ഥലത്ത് നിന്നും അരുൺ കൊടുങ്ങൂരും ജിജീഷ് കരുണാകരനും ചേരുകയാണ്. അരുൺ കൊടുങ്ങൂർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോഴൊരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം ഈ പാലാരിവട്ടത്ത് ബി.ജെ.പിയുടെ ഈ നിർണായകമായ യോഗം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുകയാണ്. അമിത്ഷായുടെ വാഹനവ്യൂഹം അവിടെ എത്തിക്കഴിഞ്ഞോ അരുൺ? ഗൗതം, 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ അമിത്ഷാ ഈ യോഗത്തിൽ പങ്കെടുക്കുവാനായി ഇവിടേക്ക് എത്തുമെന്നാണ് അറിയുന്നത്. അതിൻ്റെ എല്ലാവിധ ഒരുക്കങ്ങളും എല്ലാവിധ ക്രമീകരണങ്ങളും എല്ലാ സുരക്ഷാ സന്നാഹങ്ങളും ഇവിടെ തയ്യാറായി കഴിയുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ബി.ജെ.പിയെ സംബന്ധിച്ചോളം ഇന്നത്തെ ഈ സംസ്ഥാന നേതൃയോഗം തന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. കാരണം ഒരു വലിയ തെരഞ്ഞെടുപ്പിനെ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്ന ബി.ജെ.പിക്ക് വലിയ കരുത്തും ഊർജ്ജവും ഒക്കെ തന്നെ നൽകുന്നതാണ് ഈ അമിത്ഷായുടെ സന്ദർശനം. അത് നേതൃയോഗത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. എന്തായാലും പുതിയ ചില മുദ്രാവാക്യങ്ങളുമായി ബി.ജെ.പി തെരഞ്ഞെടുപ്പിനെ സമീപിക്കുകയാണ്. താഴെ തട്ടിൽ മുതൽ തന്നെ കൃത്യമായുള്ള ഈ സേവന പ്രവർത്തനങ്ങൾ അടക്കം ചെയ്തുകൊണ്ട് ബൂത്ത് തലത്തിൽ തന്നെ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ബി.ജെ.പി മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെയും കൃത്യമായി തന്നെ ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ നേതൃയോഗം കൃത്യമായി തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്ന ഈ ഒരു സമയത്ത് അമിത്ഷായുടെ ഈ ഒരു നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തുകയും ചെയ്തിരിക്കും. എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ചോളം ഇന്നത്തെ ഈ നേതൃയോഗം എന്നത് ഏറെ പ്രസക്തമാണ്. കാരണം ബി.ജെ.പി ഉയർത്തുന്ന ചില മുദ്രാവാക്യങ്ങളുണ്ട്. എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വികസനം, നരേന്ദ്രമോദി സർക്കാരിൻ്റെ കൃത്യമായുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിലേക്ക് എത്താതിരിക്കാൻ അല്ലെങ്കിൽ പേര് മാറ്റി അവതരിപ്പിക്കുന്ന അടക്കമുള്ള വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നു. അതൊക്കെ തന്നെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കൃത്യമായ ഒരു ചാലകശക്തിയായി തന്നെ കേരളത്തിൻ്റെ വികസനം, വികസിത കേരളം എന്നുള്ള ഒരു വലിയ മുദ്രാവാക്യം ഉയർത്തിയല്ലേ ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ. അതോടൊപ്പം തന്നെ ഈ ഇന്നത്തെ ഈ യോഗം അത് ഏറെ പ്രസക്തം തന്നെയല്ലേ? അരുൺ പറഞ്ഞതുപോലെ തന്നെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതൃയോഗമാണ് നടക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി ബി.ജെ.പി വലിയ തോതിൽ താഴേക്കിടയിൽ മുതൽ പ്രവർത്തിച്ചു വരികയാണ്. അതൊരു ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടി പാർട്ടി ഒരുങ്ങിയിരുന്നു. അന്നും
അമിത്ഷാ അദ്ദേഹം തന്നെയാണ് പാർട്ടിക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്. നേരത്തെ കഴിഞ്ഞ ജൂലൈയിൽ ഏറ്റവും ഒടുവിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ഈ കേരളം BJPക്ക് ഒരിക്കലും ഒരു ബാലികാറാമലയല്ല. കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ BJPക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ സാധാരണ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രം, അല്ലെങ്കിൽ അവർ അത് അറിഞ്ഞു വരുന്ന സാഹചര്യം ഉണ്ടായാൽ മാത്രം കൃത്യമായി ജയിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മറ്റ് സംസ്ഥാനങ്ങൾ പലതും പിടിച്ചെടുത്തതുപോലെ BJPക്ക് കേരളവും പിടിച്ചെടുക്കാൻ കഴിയുമെന്ന കൃത്യമായ ഒരു ആത്മവിശ്വാസം പ്രവർത്തകർക്ക് നൽകിയ ശേഷമാണ് കഴിഞ്ഞ ജൂലൈ മാസം അദ്ദേഹം പോയത്. വീണ്ടും അദ്ദേഹം ഒരിക്കൽ കൂടി വരുമ്പോൾ ആ പ്രവർത്തനം എന്താണ്, ഇതുവരെ എന്താണ് ചെയ്തത് എന്നത് അദ്ദേഹം അവലോകനം ചെയ്യും. കാരണം എങ്ങനെയാണ് BJPയുടെ കാര്യകർത്താക്കൾ, ദേശീയ തലത്തിലുള്ള കാര്യകർത്താക്കൾ താഴേക്കിടയിലുള്ള പ്രവർത്തനങ്ങളിൽ വരെ ഇടപെടുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തമാണ് അമിത്ഷാജി ഇന്ന് ഇവിടെ വരുന്നതും സാധാരണ നേതൃത്വം, അതായത് മേഖലാ തലത്തിലുള്ള ഭാരവാഹികൾ, പ്രഭാരിമാർ മുതൽ സംസ്ഥാന തലത്തിലുള്ള മുതിർന്ന കാര്യകർത്താക്കളെ വരെ കണ്ടുകൊണ്ട് അവരുമായി സംസാരിക്കാനും അവർക്ക് നിർദ്ദേശങ്ങൾ നൽകാനും എല്ലാം തന്നെ തയ്യാറാകുന്നത്. അതുകൊണ്ട് തന്നെ അരുൺ പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു ആവേശമായിരിക്കും കൃത്യമായി തന്നെ അത് ഈ പ്രവർത്തകർക്ക് നൽകുക. കാരണം ഈ നേതൃത്വത്തിന് ഒരു വലിയ ആവേശം ലഭിക്കുമ്പോൾ സ്വാഭാവികമായും അത് സാധാരണ പ്രവർത്തകരിലേക്ക് എത്തും. അമിത്ഷാ അദ്ദേഹം നൽകുന്നതാണെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകുന്നതാണെങ്കിലും എല്ലാം തന്നെ ആ ആവേശങ്ങൾ അവർ അതേപടി താഴത്തെ പ്രവർത്തകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഓരോ മേഖലയിലും, പ്രത്യേകിച്ച് ഓരോ വാർഡ് തലത്തിൽ പോലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ BJPയെ സംബന്ധിച്ചിടത്തോളം കഴിയും. അതിനൊരു തുടക്കം മാത്രമാണ് ഇവിടെ കുറിക്കപ്പെടുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ നേതൃയോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. കേരളത്തിൽ ആസന്നമായ തദ്ദേശ തെരഞ്ഞെടുപ്പിന് BJP ഒരുങ്ങുകയാണ്. വികസിത കേരളം എന്ന ആശയത്തെ, ആദർശത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് BJP വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും അതിനുശേഷം അടുത്ത വർഷം ഏപ്രിൽ മാസത്തിൽ നടക്കാൻ പോകുന്ന വളരെ സുപ്രധാനമായ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ പോകുന്നത്. അതിനാൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഏത് വിധത്തിൽ നേരിടണം, ഏതൊക്കെ വിഷയങ്ങളാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്, BJPയുടെ പ്രധാനപ്പെട്ട അജണ്ടകൾ എന്താണ്, ഈ വിഷയങ്ങളാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്ന ഈ നിർണായകമായ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അരുൺ കൊടുങ്ങൂർ അവിടെ നിന്നും ചേരുന്നു. ഇപ്പോൾ അരുൺ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാഹനവ്യൂഹം അവിടേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണല്ലോ അറിയാൻ കഴിയുന്നത്. പറയൂ അരുൺ. തീർച്ചയായും BJP പ്രവർത്തകരുടെയും നേതാക്കളുടെയും കാത്തിരിപ്പ് ഇവിടെ അവസാനിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഏറ്റവും നിർണായകമായ, ഏറ്റവും ശ്രദ്ധേയമായ നേതൃയോഗം അല്പസമയങ്ങൾക്കുള്ളിൽ ആരംഭിക്കും. BJPയുടെ കേന്ദ്രമന്ത്രിമാരടക്കമുള്ള നേതാക്കൾ നേരത്തെ തന്നെ ഈ യോഗത്തിലേക്ക് എത്തിയിരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, അതോടൊപ്പം തന്നെ ജോർജ് കുര്യൻ, BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ, മുൻ അധ്യക്ഷന്മാരടക്കമുള്ള BJPയുടെ നേതാക്കളെല്ലാം തന്നെ ഈ യോഗത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ യോഗത്തെ അമിത്ഷാ അഭിസംബോധന ചെയ്യും. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ കൂടി നമുക്ക് അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ പ്രേക്ഷകർക്ക് എത്തിക്കാൻ കഴിയും. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അജണ്ട. നേരത്തെ നമ്മൾ വിശദമായി ചർച്ച ചെയ്തതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്ന മാസക്കാലം, വരാനിരിക്കുന്ന ദിവസങ്ങൾ BJPയെ സംബന്ധിച്ചോളം ഏറ്റവും നിർണായകമാണ്. താഴെ തട്ടിൽ തന്നെ, ബൂത്ത് തലത്തിൽ തന്നെ കൃത്യമായുള്ള പ്രവർത്തനം, കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ട് അധികാരത്തിലേക്ക്, ത്രിതല പഞ്ചായത്തുകളുടെ നേതൃസ്ഥാനത്തിലേക്ക്, അധികാരത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യം തന്നെയാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ആ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം, നേരത്തെ ഗൗതം സൂചിപ്പിച്ച പോലെ തന്നെ അതിനുശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് തന്നെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്തായാലും പ്രവർത്തകർക്ക് വലിയൊരു ആവേശം തന്നെയാണ്, ആത്മവിശ്വാസം തന്നെയാണ്, കരുത്ത് തന്നെയാണ് ഈ കേന്ദ്ര നേതാക്കളുടെ ഇത്തരത്തിലുള്ള ഈ സന്ദർശനം എന്നതാണ് ഈ യോഗത്തിലടക്കം പങ്കെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ തന്നെ വരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ജൂലൈയിലാണ് അദ്ദേഹം അവസാനമായി കേരളത്തിലേക്ക് എത്തി. കൃത്യമായി തന്നെ നേതൃയോഗത്തിൽ കാര്യങ്ങളൊക്കെ തന്നെ വിശദീകരിച്ചുകൊണ്ട് കൃത്യമായ ഒരു ആക്ഷൻ പ്ലാൻ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം വീണ്ടും ഈ 2 മാസങ്ങൾക്ക് പുറത്തേക്ക് വീണ്ടും എത്തുന്നു. കൃത്യമായുള്ള ഒരു സന്ദേശം, അതെങ്ങനെയാണ് BJPക്ക് കേരളത്തിൽ വളർച്ചയുണ്ടാകുന്നു, കേന്ദ്രമന്ത്രിമാരെ അടക്കം കേരളത്തിന് നൽകുന്നു, MPയെ നൽകുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന ദൃശ്യം BJPയുടെ ഈ നേതൃയോഗത്തിന് അകത്ത്, ആ ഹാളിനകത്തേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുകയാണ്. സംസ്ഥാനത്ത് BJPയുടെ പുനഃസംഘടനയ്ക്ക് ശേഷം രാജീവ് ചന്ദ്രശേഖറിന്റെ അധ്യക്ഷതയിൽ ടീം വികസിത കേരളം എന്ന ഒരു പുതിയ ടീം ചുമതലയേറ്റ് അധികാരമേറ്റെടുത്തതിന് ശേഷം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർണായക യോഗമാണ്. ആ യോഗത്തിൽ പങ്കെടുക്കുവാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇപ്പോൾ ആ യോഗം നടക്കുന്ന ഹാളിനകത്തേക്ക് എത്തുന്നു. അദ്ദേഹം വേദിയിൽ എത്തുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് കേരളത്തിലെ BJPയുടെ പ്രമുഖ നേതാക്കളാണ്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ നമുക്ക് വേദിയിൽ കാണാം. ഒപ്പം മറ്റൊരു കേന്ദ്രമന്ത്രിയും തൃശൂർ MPയുമായ സുരേഷ് ഗോപി വേദിയിലുണ്ട്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, BJPയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ, കേരളത്തിൻ്റെ സഹപ്രഭാരിയും MPയുമായ അപരാജിത സാരംഗി തുടങ്ങിയ പ്രമുഖ നേതാക്കളെല്ലാം വേദിയിൽ തന്നെ സന്നിഹിതരായിരുന്നു. ഇനിയും
ഈശ്വര പ്രാർത്ഥനയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ഈ നിർണായകമായ യോഗം ആരംഭിക്കും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ श्यामला